അർജുന് വിട ചൊല്ലാൻ കോഴിക്കോട്ടെ കണ്ണാടിക്കൽ ഗ്രാമം ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ പുലർച്ചെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ വടകര അഴിയൂരിൽ വെച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ അർജുന്റെ മൃതദേഹം ഏറ്റുവാങ്ങും. കാർവാർ എം.എൽ.എ സതീഷ് കൃഷ്ണസേലും മഞ്ചേശ്വരം എം.എൽ.എ എ.കെ.എം. അഷ്റഫും അർജുന്റെ മൃതദേഹത്തെ വീട് വരെ അനുഗമിക്കും. കണ്ണാടിക്കൽ നിന്ന് രാഹുൽ KV ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, കണ്ണാടിക്കൽ അർജുന്റെ വീട്ടിൽ നിന്നാണ് രാഹുൽ KV നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഏറെ വേദനയുണ്ട്. ഇന്നൊരു പക്ഷേ ഈ അർജുൻ്റെ മൃതദേഹം ഇന്ന് എത്തിയേക്കും എന്ന് വിചാരിച്ച് കുറേ ആളുകൾ അവിടേക്ക് ആ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയൊക്കെ എത്തിയിരുന്നു. ഈ പൊതുദർശനം അടക്കമുള്ള ക്രമീകരണങ്ങൾ പറയും. ആര്യ, കണ്ണീരോടെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ കുടുംബവും കണ്ണാടിക്കൽ എന്ന നാടും. നൂറുകണക്കിന് ആളുകൾ ഇതിനകം തന്നെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുടുംബത്തെ കഴിയുന്ന വിധത്തിൽ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇവിടെ പൊതുദർശനത്തിനും അതുപോലെ സംസ്കാരത്തിനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പുലർച്ചയോടുകൂടിയാണ് മൃതദേഹം ജില്ലാതിർത്തിയായ അഴിയൂരിൽ എത്തിച്ചേരുക. അവിടെ വെച്ച് ശശീന്ദ്രൻ, മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് പൂളാടിക്കുന്നിൽ വെച്ച് വിലാപയാത്രയോടുകൂടിയാണ് കണ്ണാടിക്കൽ ബസാറിലേക്ക് വരിക. പൂളാടിക്കുന്നിൽ നിന്ന് ആരംഭിക്കുന്ന വിലാപയാത്രയിൽ 6 മണിയോടെയാണ് പൂളാടിക്കുന്നിൽ നിന്ന് ആരംഭിക്കുക. അവിടെ ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളൊക്കെ ആംബുലൻസിനെ അനുഗമിക്കും. അതിനുശേഷം 8 മണിയോടുകൂടി കണ്ണാടിക്കൽ ബസാറിലേക്കാണ് എത്തിക്കുക. അവിടെ നിന്ന് നാട്ടുകാരുടെ ആയിരക്കണക്കിനോളം വരുന്ന നാട്ടുകാർ പങ്കെടുത്തുകൊണ്ടുള്ള, സുഹൃത്തുക്കളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വിലാപയാത്രയാണ് അർജുൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരിക. വീട്ടിൽ ആദ്യം ബന്ധുക്കൾക്ക് കാണുന്നതിന് വീട്ടിന് അകത്തേക്ക് കൊണ്ടുപോകുന്ന അവർക്ക് മാത്രമുള്ള കുറച്ച് സമയമാണ്. അതിനുശേഷം 1 മണിക്കൂറോളം നീളുന്ന പൊതുദർശനം. കാരണം അർജുൻ എന്നത് കുടുംബത്തെയും ഈ കണ്ണാടിക്കൽ നാടിൻ്റെയും പ്രതിനിധി മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വൈകാരികമായ പ്രതിനിധിയാണ്. അപ്പോൾ ആളുകൾക്ക് വേണ്ടി 1 മണിക്കൂറാണ് നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ആളുകൾ എത്തുകയാണെങ്കിൽ അതിന് സമയം നീട്ടും എന്നതാണ് നിലവിലുള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. അപ്പം അർജുൻ്റെ താമസം ആരംഭിച്ച് വളരെ കുറച്ചു കാലം മാത്രമായ വീടാണ്. ഇതിന് തൊട്ട് വലതുവശത്ത് പുറകിലായാണ് സംസ്കാരവും നടക്കുക. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കർണാടകയിൽ നിന്ന് പറഞ്ഞതുപോലെ കാർവാർ എം.എൽ.എ സതീഷ് കൃഷ്ണസേലും മഞ്ചേശ്വരം എം.എൽ.എ എ.കെ.എം. അഷ്റഫും ഒക്കെ വീട്ടിലേക്ക് വരും. അപ്പോൾ നമ്മോടൊപ്പം ലോറി ഉടമ മനാഫ് കൂടെ ചേരുന്നുണ്ട്. മനാഫ് ഇപ്പോൾ വീണ്ടും അർജുൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. മൃതദേഹം വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? പിന്നെ നാളത്തേക്ക് 74 ദിവസമായി വലിയൊരു പോരാട്ടം കഴിഞ്ഞ് ഭയങ്കര ഒരു അസാധ്യമായൊരു കാര്യം നമ്മൾ ഒരു സാധാരണക്കാർ, ഒരു പറ്റം സാധാരണക്കാർ സാധിച്ച്. എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ ശിരൂരിൽ രക്ഷാദൗത്യത്തിനു വേണ്ടി വന്ന ആളുകളെയും അവിടുത്തെ കാലാവസ്ഥയോട് അതിജീവിക്കാനും അവനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളുകളാണ്. ഈ സന്ദർഭത്തിൽ ഈ താഴെക്കടയിലുള്ള എല്ലാ നമ്മളെ കൂടെ സഹകരിച്ച എല്ലാ സാധാരണക്കാരും ഞാൻ ക്ഷണിക്കുകയാണ്. സാധാരണക്കാരൻ്റെ വിജയമാണ്, അർജുൻ്റെ വിജയമാണ്. അവൻ വിട വാങ്ങേണ്ടതും എല്ലാ സാധാരണക്കാരൻ്റെ എല്ലാ സ്നേഹത്തോടു കൂടി ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പ്രയാസപ്പെട്ടൊരു എൻ്റെ ജീവിതത്തിലെ 72 ദിവസം ഞാൻ അവിടെ നിന്നുപോയി. അല്ലേ, 73 ഞാനവിടെ നിന്ന് പല ടൈമിനും പല കോണിനും കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വന്ന് പലതും ജീവിതത്തിൽ അനുഭവിച്ചിരിക്കണം. പലതും പറയാൻ പറ്റിയതുണ്ട്, പറയാൻ പറ്റാത്തതുണ്ട്. പക്ഷേ ആരോ ഒരു ശക്തിനെ വീണ്ടും പ്രചോദിപ്പിച്ചിന്. കൊടുത്ത വാക്ക് അത് നിറവേറ്റാൻ കഴിയില്ലെങ്കിൽ ആരും വാക്ക് കൊടുക്കരുത്. നേരിട്ടുള്ള വാക്കുകൾക്കപ്പുറം അർജുൻ്റെ കുടുംബത്തെ ആയാലും മനോഫിനെ ആയാലും സോഷ്യൽ മീഡിയ അല്ലാതെ ആക്രമിച്ചല്ലേ? തീർച്ചയായിട്ടും. അതിനാണ് ഇപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോഴും സംസാരിച്ചത്, ഇപ്പോഴും സംസാരിക്കുന്നതാണ്. കാരണം ഇത് നമ്മളെ ഫാമിലിയാണ്, മൊത്തം കേരളത്തിൻ്റെ ഫാമിലിയാണ്, എസ്പെഷ്യലി എൻ്റെ ഫാമിലിയാണ്. എൻ്റെ പെങ്ങൾ, അവളെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പാകപ്പോയി വന്നിട്ടുണ്ടാവും. വീട്ടിലുള്ള ആൾക്ക് ഒരു പ്രത്യേക അംഗീകാരമൊന്നും ആവശ്യമില്ല. നമ്മളൊരു അംഗീകാരത്തിനല്ലല്ലോ സാർ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊരു
ഒരു കടമാണ്. ആ കടമ ചെയ്യുന്നതിൽ ഒരു അംഗീകാരവും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അഞ്ജു പറഞ്ഞ ഒരു ചെറിയൊരിത്, അഞ്ജു സത്യ പറഞ്ഞത്, വണ്ടിൻ്റെ RC ഓണർ മുബീന, എൻ്റെ സ്വന്തം അനിയൻ മുബീന. നമ്മളെ വണ്ടിയാണ്, പറയണതിലൊരു തെറ്റുമില്ല. മുബീൻ എപ്പോഴും അറിയാലോ, ഒരു അന്തർമുഖനാണ്, ക്യാമറൻ്റെ മുന്നിലേക്ക് വരാൻ താല്പര്യമില്ല. അവൻ്റെ ഒരു പാഷനാണ് ലോറി ഫീൽഡ്. വീട്ടിലെ കാരണവരെന്നുള്ള നിലക്ക് എൻ്റെ ചെറിയ അനിയൻ്റെ ആഗ്രഹം എന്താണോ ഓൻ്റെ പാഷൻ നമ്മളെ പാഷനായി മാറുക. ലോറി ഉടമ മനാഫിന്റെ പ്രതികരണം ആണ് കേട്ടത്. മനാഫ് അവിടെ അർജുൻ്റെ വീട്ടിലേക്ക്, കണ്ണാടിക്കലിലെ ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി അർജുൻ അവസാനമായി വീട്ടിലേക്ക് എത്തുകയാണ്. സതീഷ് കൃഷ്ണസേലും AK അഷ്റഫും ഒക്കെ കൂടെയുണ്ട്. പൊതുദർശനം ഉണ്ടാകും. ആളുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്.